ഹലോ ഗേയ്സ്, അപ്പോൾ ഞാനിന്ന് രാവിലെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സാൻഡ്വിച്ചിൻ്റെ പണിയാണ് കേട്ടോ. ചിക്കൻ സാൻഡ്വിച്ചാണ്. ഗുബൂസിൽ റെഡിയാക്കുന്നതാണ്. അതിലേക്ക് നമുക്ക് ചിക്കൻ ഒന്ന് റെഡിയാക്കണം. കഴുകി വെച്ചിട്ടുണ്ട്. ഇനി അത് ബോയിലിംഗ് ആക്കി ഒന്ന് പുഴുങ്ങിയെടുക്കണം. അതിലേക്ക് നമ്മൾ നേരെ അടുപ്പത്തോട്ട് കഴുകി വെക്കുക. ഒന്ന് തിളച്ചതിന് ശേഷം അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉള്ളി, ഇഞ്ചി, തക്കാളി, പട്ട, ഗ്രാമ്പ്, ഏലക്ക ഇട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കുക. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് വേണം. ഓക്കെ, അപ്പോൾ നല്ലോണം പുഴുങ്ങിയതിന് ശേഷം നല്ല വെന്തതിന് ശേഷം നമ്മൾ അതിനെ പുറത്തെടുത്ത് നല്ല വൃത്തിയായി ഉടച്ചെടുക്കുക, തുന്നിയെടുക്കുക. അതാ സ്പെഷ്യലാണ് കേട്ടോ. സാൻഡ്വിച്ച് നല്ല വെന്തിട്ടുണ്ട്. ഇതാ ഇതേപോലെ നല്ലോണം തുന്നിയെടുക്കുക. ഇതൊരു ഫുൾ ചിക്കനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ തുന്നിയെടുത്തു. പിന്നെ അതിലേക്ക് ഇനി നമുക്ക് ക്യാപ്സിക്കവും ഉള്ളിയും കൂടെ ഒന്ന് ഇട്ട് നല്ലോണം വശക്കി നമുക്ക് മസാലയൊക്കെ ഒന്ന് റെഡിയാക്കാം. അത് ഫ്രൈ പാനിൽ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കുക. അതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ച ഉള്ളിയും ക്യാപ്സിക്കവും കൂടെ ഇട്ട് വശക്കുക. കുറച്ച് ഉപ്പിടുക. നല്ലോണം വശക്കി എടുത്തതിന് ശേഷം ബ്രൗൺ കളറാവണം കേട്ടോ. ആയിട്ടുണ്ട്. ഇനി കുറച്ച് നമുക്ക് തക്കാളി സ്ലൈസായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്, മീഡിയം. അപ്പോൾ നല്ല വാടി വശം വന്നിട്ടുണ്ട്. നല്ല ലൈനാവണ്ട. കുറച്ച് മസാല ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കറി മസാല, പിന്നെ കുറച്ച് തക്കാളി പേസ്റ്റ് ഉണ്ട് കേട്ടോ, ഇട്ട് കൊടുക്കുക. ഒന്ന് ക്ലിക്കായതിന് ശേഷം നമുക്ക് ഉടച്ച് വെച്ച ചിക്കന് അതിൻ്റെ കൂടെ മിക്സ് ആക്കുക. ഉപ്പ് ഞാൻ നേരത്തെ ചിക്കൻ പുഴുങ്ങിയപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് രണ്ടാമത് ഇതെല്ലാം സെറ്റായതിനു ശേഷം നമുക്ക് ടേസ്റ്റ് നോക്കി ഉപ്പിടാം. പിന്നെ കുറച്ച് പാർസലി ഉണ്ട് കേട്ടോ, ബഗ്ദുനസ് എന്ന് പറയും. പാർസലി എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ പാർസലി, അതൊരു ഇലയാണ്. അതും കൂടി ഇടുക. പിന്നെ ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇടുക. അപ്പോൾ ഏകദേശം നമുക്ക് സാൻഡ്വിച്ചിനുള്ള മസാല റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. പാർസലി എന്ന് പറഞ്ഞാൽ ബഗ്ദുനസ് ആണ് കേട്ടോ. അറബിയിൽ ബഗ്ദുനസ്, ഇംഗ്ലീഷിൽ പാർസലി എന്ന് പറയും. അതാണ് ഇല. അപ്പോൾ നമ്മുടെ മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനൊക്കെയുള്ള സാധനങ്ങൾ നോക്കുക. ഇത് കുബൂസാണ് കേട്ടോ, അതിൽ ചുറ്റാനുള്ള നൈസ് കുബൂസാണ്, പുറത്തുനിന്ന് വാങ്ങിയതാണ്. പിന്നെ അതിലേക്ക് സലാഡ്, തക്കാളി, കസ്, ഉപ്പിലിട്ട വെള്ളരിക്ക, ഇതെല്ലാം കൂടി ചെറുതായിട്ട് അരിയുക. പിന്നെ കുറച്ച് സോസ് തഹീനയാണ്, തൈരും തഹീനയും കൂടി ചേർത്തതാണ്. ആ സോസ് ഏതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് നേരെ കുബൂസിൽ നമുക്ക് നിരത്താം. കുബൂസിൽ കുറച്ച് സോസ് ഒഴിക്കുക. അതിലൂടെ ചിക്കൻ അങ്ങ് നിരത്തി വയ്ക്കുക. കുറച്ച് സലാഡ്, തക്കാളിയും കസെല്ലാം കൂടെ അതിൻ്റെ മുകളിൽ വയ്ക്കുക. കുറച്ച് സോസ് അങ്ങ് ഒഴിക്കുക. എന്നിട്ട് റോൾ കണക്കാക്കി ചുറ്റുക. ചുറ്റിയതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് മുറിക്കുക. കണ്ടില്ലേ, മുറിച്ച് വെച്ചിട്ടുണ്ട്. ഏകദേശം സാൻഡ്വിച്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ചിക്കൻ സാൻഡ്വിച്ചാണ്, റോൾ. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട്